ഏതായാലും നന്നായി. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത അണ്ണന് കിട്ടിയത് ഒരു മന്ദകുത്തി ഭാര്യ. കഷ്ടം. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുക, വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. എന്താണ് നിനക്കൊരു ഗൗരവമൊക്കെ? ഞാൻ ഇപ്പൊ അല്പ ഗൗരവക്കാരനാ. അതെന്ന് മുതൽ? അതാണ് എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ. എന്റെ കല്യാണോ? ദേ ഒട്ടം കളിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. നീ എന്തുവാടേ പറയുന്നത്? മധുവിധമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 5-8 ദിവസം കൊണ്ട് ചോരയും നീരൊക്കെ പറ്റിയല്ല. ആകെ ഒരു ക്ഷീണം. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? കല്യാണക്കാരി എന്നോട് പറയാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ കല്യാണം വരുമ്പോ ഞാൻ അണ്ണനോട് പറയായിരുന്ന പോലെ. ഇവന്റെ പേര് ലൂസായി തോന്നുന്നു. വെയിലുകൊണ്ടിട്ടായിരിക്കും. പക്ഷേ അല്ലി ടീച്ചറിനോട് ഇങ്ങനെ ചെയ്യാൻ അണ്ണൻ എങ്ങനെ തോന്നി? കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആ ടീച്ചറിന്റെ വിഷമവും സങ്കടമൊക്കെ ഞാൻ കണ്ടതാ. ഓ അത് ശരി. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു എന്നാ ഇവരൊക്കെ കരുതിയിരിക്കുന്നല്ലേ? എങ്ങനെ അങ്ങനെ ഒരു കഥയുണ്ടായി? തൽക്കാലം തിരുത്താൻ പോകണ്ട. അങ്ങനെയെങ്കിലും ടീച്ചർ എന്നെ നകലുമല്ലോ. ടീച്ചറിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞതിന് ആ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? അല്ല സദ്യ ഉണ്ണാൻ പറ്റില്ലെന്ന് കരുതിയിട്ടാണോ? അണ്ണാ മനുഷ്യത്വം വേണോ? മനുഷ്യത്വം അതില്ലാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു കണക്കിന് തെറ്റെന്റെ ഭാഗത്തുണ്ട്. നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഞാനും കുറെ ചരട് വലിച്ചതാ. അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. പക്ഷെ അണ്ണ ഒന്നോർത്തോ, അല്ലി ടീച്ചറിനോട് ചെയ്ത ഈ ചതി ദൈവം പോലും പൊറുക്കില്ല. അണ്ണൻ അനുഭവിക്കും. വെറുതെ വേഷങ്ങളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് നുണയായിരുന്നല്ലേ? ആര് പറഞ്ഞു നുണയാണെന്ന്? എന്റെ കല്യാണം കഴിഞ്ഞതാ, അത് സത്യം. ഞാനല്ലേ പറയുന്നേ. സത്യമൊക്കെ ഞാൻ അറിഞ്ഞു. അണ്ണൻ ഇനി അതിനു വേണ്ടി നുണ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. കല്യാണം കഴിച്ച ഞാനല്ലേ പറയുന്നേ, പിന്നെ നിനക്ക് വിശ്വസിച്ചാലെന്താ? എങ്കിൽ ശരി, അണ്ണൻ ആരെയാ കല്യാണം കഴിച്ചത്? പറ. അതൊരു പെൺകുട്ടിയെ. അത് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ പേരാ ഞാൻ ചോദിച്ചത്. കല്യാണ തിരക്കിനിടയിൽ ഭാര്യയുടെ പേര് ചോദിക്കാൻ വിട്ടുപോയല്ലേ? നിനക്കിപ്പോ എന്തുവാണ് അറിയണ്ടേ? അണ്ണ ആര് പറഞ്ഞുണ്ടാക്കിയ നുണക്കഥയാണെങ്കിൽ അണ്ണന്റെ കല്യാണ കഥ ഉദ്ദേശിച്ച ഫലം ചെയ്തു. അത് കേട്ട് ആ ടീച്ചറിനുണ്ടായ വിഷമം ഞാൻ കണ്ടതാ. എന്റെ കല്യാണം കഴിഞ്ഞതിന് ആ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? അണ്ണാ ഇതേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ല കേട്ടോ. ആ ടീച്ചറിന് അണ്ണനെ ഇഷ്ടമാണെന്ന് അണ്ണൻ അറിയാത്തതാണോ? അണ്ണനും ആ ടീച്ചറിന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഈ ഒളിച്ചുകളിയൊന്ന് അവസാനിപ്പിക്കണ്ണ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പിണക്കമാണെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് വിഷമോ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അതിലോട്ട് ബന്ധമൊന്നും ഇല്ല ചിന്ന. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അണ്ണാ അന്നൊരു ദിവസം ട്യൂഷൻ എടുത്തോണ്ടിരുന്നപ്പോ ടീച്ചർ മൂടോട്ടാണെന്ന് അണ്ണൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അന്ന് ട്യൂഷൻ കഴിഞ്ഞപ്പോ ടീച്ചറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അണ്ണൻ അവിടെ നിന്ന്. അന്ന് നിങ്ങൾ തമ്മിലുള്ള സംസാരം കഴിഞ്ഞപ്പോഴാ രണ്ടുപേർക്ക് ഈ മാറ്റം. അന്ന് എന്തോ നിങ്ങൾ സംസാരിച്ചത്? അണ്ണ എന്നെ ഒരു സുഹൃത്തായി കാണുന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടായെന്ന് പറ. അതല്ല ഞാൻ വെറും ഒരു പണിക്കാരൻ മാത്രമാണെങ്കിൽ അണ്ണൻ പറയണമെന്നില്ല.
സത്യത്തില് കളരിയാശാനാ എല്ലാം കുഴപ്പത്തിലാക്കിയത്. ആഞ്ജനേയ ശിഷ്യനെ പ്രലോഭിപ്പിച്ചതിന്റെ പേരിൽ ആ ടീച്ചർക്ക് 10 മടങ്ങ് ശിക്ഷയും ലഭിക്കും. അവരുടെ ജീവിതം നരകതുല്യമാകും. അടുത്ത ബന്ധുക്കൾക്ക് ചിലപ്പോ ജീവഹാനി വരെ ഉണ്ടാകും. ആ ടീച്ചർക്ക് അംഗവൈകല്യം ഉണ്ടാകും. ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം. ആഞ്ജനേയ കോപത്തിനിരയായാൽ ഇങ്ങനെ എന്തും ടീച്ചർക്ക് നേരിടേണ്ടി വരും. ആകെ കഷ്ടപ്പാടായി അല്ലേ? ഓ, അവനവന്റെ വീട്ടില് ഓരോന്ന് ചെയ്യുമ്പോ എന്ത് കഷ്ടപ്പാട്. അതൊക്കെ ഒരു സന്തോഷമല്ലേ അച്ഛാ? എന്നാലും ആർച്ചയ്ക്കാണെങ്കിൽ ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. വീട്ടിലെ ഓരോരോ ജോലികൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അച്ഛാ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നത്. അച്ഛനറിയാലോ, എന്റെ സ്വന്തം വീട്ടിൽ ഇതൊന്നും ഒരിക്കൽ പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക്. 5ഉം 6ഉം സെർവൻസാ ഏത് സമയത്തും വീട്ടിലുണ്ടാവുക. ആർച്ചയ്ക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രയാസമാ. അടുക്കളപ്പണിക്കും മറ്റും നമുക്കിവിടെ പുറത്തുനിന്ന് ആരെങ്കിലും നിർത്തിയാലോ? ഒരു പരിചയമില്ലാത്ത ആൾക്കാര് പെട്ടെന്ന് ഇങ്ങനെ വന്നാലും ശരിയാവേയില്ല അച്ഛാ. വൃത്തിയും വെടിപ്പും ഇല്ലാത്ത ആൾക്കാര് അടുക്കളയിൽ കയറിയ തൃപ്തിയോടെ പച്ചവെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റില്ല. നമുക്കറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ആരാ ഇപ്പം? പെട്ടെന്ന് ഒരാളെ കിട്ടുന്നില്ല. ഗംഗയുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇനി 2-3 ആഴ്ചത്തേക്ക് ഗംഗ ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആയമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ അവള് കൂടെ നിന്നല്ലേ പറ്റൂ. ആയമ്മയെ നോക്കാൻ മറ്റാരും ഇല്ലാത്തൊരു സ്ഥിതിക്ക് നമുക്ക് ഉപേക്ഷിക്കാനും ആവില്ലല്ലോ. പിന്നെ ആരുണ്ട് നമുക്കൊരു സഹായത്തിന്? അങ്ങനെ ഒരാള് ഉണ്ടച്ഛാ. പക്ഷേ അച്ഛന് ഇഷ്ടപ്പെടുവെന്ന് എനിക്കറിയില്ല. അതാരാ? മോള് പറ. മോക്ക് തൃപ്തിയാണെങ്കിൽ പിന്നെ എനിക്കെന്താ? നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലല്ലേ അടുപ്പവും ഐക്യവും ഒക്കെ വേണ്ടത്. അതുകൊണ്ടാ ഞാൻ ആ ആളെ തന്നെ ഉദ്ദേശിച്ചത്. അടുപ്പവും ഉണ്ട്, ഐക്യവും ഉണ്ട്. ആളാരാന്ന് പറഞ്ഞില്ല ഇതുവരെ. അത് വേറെ ആരും അല്ലച്ചാ, കൗസല്യ അമ്മായിയെ. അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഇഷ്ടക്കേടുള്ളത് കൊണ്ടൊന്നുമല്ല. അവരടുക്കള പണിയൊക്കെ ചെയ്യൂ. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അടുക്കളയിൽ കയറുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാ ഒരു സംശയം. അച്ഛാ, അതിന് അന്നൊക്കെ വേറെ ആരെങ്കിലും അടുക്കളയിൽ കയറാൻ ആയമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്തെങ്കിലും ജോലിയിൽ സഹായിക്കാമെന്ന് കരുതി അടുത്ത് ചെന്ന എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ഓടിച്ചു വിടും ആയമ്മ. അതുകൊണ്ടല്ലേ അമ്മായിയൊക്കെ ആ സമയത്ത് ജോലി ഒന്നും ചെയ്യാതിരുന്നത്. അവരുടെ വീട്ടില് അമ്മായി ഒറ്റയ്ക്കല്ലേ സകല കാര്യവും ചെയ്യുന്നേ. വീട്ടിലെ ജോലി മാത്രമല്ല, കൃഷിപ്പണിയും ചെയ്യും അമ്മായി. എന്നാലും അച്ഛന് താല്പര്യക്കുറവുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. മോക്കിഷ്ടമാണെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. അവരോട് വരാൻ പറഞ്ഞു. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം കുടിപ്പിക്കുന്നത് ഇങ്ങനെയാ. ദേവൻ സാറിന് എന്റെ അടുത്ത് പഠിക്കാൻ വരുന്നതില് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്യൂഷന് ചേർന്ന് പഠിച്ചോളൂ. അതിന്റെ പേരില് പഠനം മുടക്കണ്ട.